അത് വേറൊരു അന്യദേശത്ത് അതായത് ഒരു ബിസിനസ് തുടങ്ങിയിട്ട് അത് ഒന്ന് പച്ച പിടിക്കുക എന്ന് വെച്ചാൽ വളരെയധികം കഷ്ടപ്പാട് സഹിക്കേണ്ടി വരും. കാരണം ക്ലയൻസിനെ മാർക്കറ്റിങ്ങിലൂടെ അഡ്വർടൈസ്മെൻറ്റിലൂടെയൊക്കെ ആകർഷിക്കാൻ അതെങ്ങനെ സാധിച്ചു? ഈ ബിസിനസ് എന്ന് പറയുന്നാൽ താങ്കൾ പറഞ്ഞ പോലെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളുണ്ടെങ്കിലും ആ ബിസിനസ്സിൽ നമുക്ക് മുന്നേറ്റുണ്ടാവും. ഏത് സമയത്തും നമുക്ക് ബിസിനസ് തന്നെയായിരിക്കണം നമ്മളെ അച്ഛനും അമ്മയും, എന്നാൽ മാത്രമേ നമുക്ക് വളർച്ചയുണ്ടാവും. പക്ഷേ ബിസിനസ് സംബന്ധിച്ചോളം പല പ്രശ്നങ്ങളും പല പ്രത്യേകതകളുണ്ടത്. അതൊന്നും വകവെക്കാതെ മുന്നോട്ട് നമ്മൾ സത്യസന്ധമായി പോയിക്കൊണ്ട് ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും തളർന്നു പോകാൻ പാടില്ല. ബിസിനസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രശ്നങ്ങളാണ്. ഇപ്പം അതൊന്ന് വിശദീകരിക്കുക. അതായത് തുടക്കത്തിൽ എങ്ങനെയാണ് ഇത്രയും പേര് ഈ കമ്പനിയിലേക്ക്, അതായത് നമ്മുടെ ഈ സ്വന്തം കമ്പനിയിലേക്ക് ആകർഷിക്കാൻ സാധിച്ചത്? ബോംബെ ചിറ്റ് ഫണ്ട്സിനെക്കാട്ടെ എൻ്റെ ക്ലയൻസ് മുഴുവൻ പണ്ട് ഞാൻ ഗോകുലത്തിലേക്ക് ക്യാൻവാസ് ചെയ്ത കസ്റ്റമേഴ്സ് കംപ്ലീറ്റ് ഞാനായിരുന്നല്ലോ ഗോകുലം. അപ്പോൾ അവരെ ഞാൻ മലയാളികൾ തന്നെ എന്നെ ഒരുപാട് സ്നേഹിച്ച, ഒരുപാട് ഇപ്പവും അന്നും സ്നേഹിക്കുന്ന ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടായി. അവരിന്നും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, സമ്പർക്കങ്ങളുണ്ട്, എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നുണ്ട്. 15 വർഷമായിട്ട് നിലനിൽക്കുന്ന ഈ കമ്പനി എങ്ങനെയാണ് ഈ ജനങ്ങളുടെ വിശ്വാസ്യത ആർജിച്ചത്? ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഗോകുലം ഗോപാലട്ടനെ പോലുള്ള കമ്പനികൾ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് എൻ്റെയും. കാരണം ഗോപാലട്ടൻ്റെ എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ടോ അതൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്നു. എന്തൊക്കെ നല്ല കാര്യങ്ങൾ? അപ്പോൾ പുതിയ തലമുറക്ക് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ സത്യസന്ധമായി നമ്മൾ ബിസിനസ് കാര്യങ്ങൾ സത്യസന്ധമായിട്ട് തുറന്ന് സംസാരിക്കുക, കാപട്യമില്ലാതെ ബിസിനസ് ചെയ്യുക, പറ്റാത്ത കാര്യങ്ങൾ പറ്റില്ല എന്ന് തുറന്ന് പറയുക, പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. അത് തന്നെയാണ് ഗോപാലട്ടൻ. അത് തന്നെ ഞാൻ ഇന്നും ഫോളോ ചെയ്യുന്നത്. എനിക്കൊരു ദുഃഖവും ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. പാർട്ട്നേഴ്സ് ആരുമില്ല? പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു, ഞാനത് ഒഴിവാക്കിയതാണ്. അത് ഒഴിവാക്കിയത് നന്നായി. കാരണം ഒരു പാർട്ട്ണർ കാശായിട്ട് മുങ്ങിയ ചിത്തപ്പേര് പിന്നെ ചേട്ടനായിരിക്കും വരുന്നത്. അത് തീർച്ചയായിട്ടും. വടകര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു കൊച്ചു ഗ്രാമത്തിലായിരിക്കുമല്ലോ. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് പഠിച്ചതൊക്കെ? സ്കൂളൊക്കെ അവിടെ തന്നെയായിരുന്നു പഠിച്ചതൊക്കെ? ഓർക്കാട്ടിരി LP സ്കൂൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ എൻ്റെ വിദ്യാഭ്യാസം. പിന്നെ UP സ്കൂൾ, പിന്നെ എറാമല ഹൈസ്കൂൾ. അതോടെ നമ്മളെ വിദ്യാഭ്യാസം നിർത്തി. 10ാം ക്ലാസ് പഠിക്കുക കഷ്ടപ്പാടും ബുദ്ധിമുട്ടുണ്ട്. 11 കൊല്ലം യാത്ര ചെയ്യേണ്ടി വന്നു. മനസ്സിലായല്ലോ. പിന്നെ അങ്ങനെയായി. ഭാഗ്യവശാൽ 120 വർഷം പഴക്കമുള്ള ഞാൻ പഠിച്ച സ്കൂൾ ഓർക്കാട്ട് LP സ്കൂൾ ഇന്നെൻ്റെ കൈവശമുണ്ട്. അത് വളരെ അതെ, അത് ഭൗതികമായി വളരെ നല്ലതായിരുന്നു. ഇപ്പം 10-600 കുട്ടികൾ പഠിക്കുന്ന ഒരു എയ്ഡഡ് സ്കൂളാണ്. ഇപ്പം കഴിഞ്ഞ 27-ാം തീയതി ഇന്നസെൻറ്റും നമ്മളെ ലോക്കൽ പഞ്ചായത്ത് പ്രസിഡൻറ്റും അവിടുത്തെ ലോക്കൽ MLA അതിഗംഭീരമായ വർണ്ണശബളമായൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കുട്ടികളില്ലാത്ത ഈ സാഹചര്യത്തിൽ കൂടി ഓർക്കാട്ട് LP സ്കൂൾ വടകര വിദ്യാഭ്യാസ ജില്ലയിൽ തന്നെ 3 ഡിവിഷൻ സമ്പാദിച്ചെടുക്കുവാൻ അവിടുത്തെ നല്ലവരായ സ്കൂൾ അധ്യാപകർക്കും ഹെഡ് മാസ്റ്റർ മിസ്റ്റർ TK വാസുവിനും രക്ഷിതാക്കൾക്കും PTA കമ്മിറ്റിയും മാനേജർക്കും എല്ലാം ചേർന്നുകൊണ്ട് കൂട്ടായ്മയായ ഒരു സംരംഭത്തിൽ കൂടി സാധിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷം. എയ്ഡഡ് സ്കൂളാണോ? എയ്ഡഡ് സ്കൂൾ. സ്കൂൾ എന്ന് പറഞ്ഞാൽ ലാഭകരമല്ലാത്തൊരു ബിസിനസ്സാണ്. അതിനെക്കുറിച്ച് വളരെ വിശദമായി ഞാൻ പഠിച്ചതാണ്. കാരണം ചെറിയൊരു അലവൻസ് മാത്രമാണ് ഇവർ ചെയ്യുന്ന. അധ്യാപകർ 2 രൂപ 50 പൈസയാണ് മാനേജർ കിട്ടുക ഒരു വർഷത്തിൽ. അതുപോലെ തന്നെ തുടക്കത്തിൽ അവിടെ വരുന്ന അധ്യാപകരിൽ നിന്ന് എന്തെങ്കിലും മേടിക്കുന്നത് മാത്രമാണ് അവിടുത്തെ ഓണറിന് കിട്ടുന്നത്. പിന്നെ ഒരിക്കലും ജീവിതത്തിൽ കിട്ടില്ല. പിന്നെ അതുപോലുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞ ഒരു സേവനമാണ് ചെയ്യുന്നത് നാടിന് വേണ്ടിയിട്ട്. അവിടെയുള്ള അത് വന്ന് നമ്മളവിടുത്തെ ലോക്കൽ MLA ആയിക്കോട്ടെ, നമ്മളെ ഇന്നസെന്റ് സാറും പറഞ്ഞു. അദ്ദേഹം ഇന്നസെന്റ് ആയിരുന്നു ഈ കോർപ്പറേറ്റ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ബോംബെയിൽ മിഷൻ നാണുവിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയുന്നതാണ്. പ്രവാസിയായ മിഷൻ നാണു സ്വന്തം പഠിച്ച സ്കൂളിൽ തന്നെ ഒരു കാശ് കൊണ്ട് ബിസിനസ് ചെയ്യുന്ന ഇദ്ദേഹം ഒരു ബെനിഫിറ്റ് ഇല്ലാതെ അദ്ദേഹത്തിന് ഇത്രയും കാശ് ഇൻവെസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് എത്ര അഭിനന്ദനം നമുക്ക് മതിയില്ല എന്ന് പറഞ്ഞത്. കാരണം നമ്മളിതൊരു ബിസിനസ്സായിട്ട് കണക്കാക്കിയതല്ല. നമ്മൾ പഠിച്ച സ്കൂളിൻ്റെ അവസ്ഥയും ഇന്നത്തെ ഈ കാലത്തിനനുസരിച്ച് ഒരു ഭൗതികമായിട്ട് നല്ലൊരു ബിൽഡിംഗ് കെട്ടി നല്ല രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ശരിക്കും മഹാലക്ഷ്മി തന്നെ തന്നായിരുന്നു. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും നല്ല ഭംഗിയായി KER പ്രകാരമുള്ള അളവിൽ ഫാന് സഹിതം. ഒരുപക്ഷെ ഫാൻ ഇട്ട് കൊടുക്കുന്ന ഒരു അത് പ്രൈവറ്റ് സ്കൂളിൽ ഇത് എല്ലാ ആൾക്കാരും ഇവൻ DA വരെ വന്ന് പ്രശംസിച്ച ഒരു സ്കൂളാണ്. എത്ര കുട്ടികളുണ്ട് മൊത്തം? ഇപ്പോൾ 630 കുട്ടികളുണ്ട്.
ഓ, അപ്പോൾ ശരിക്കും ഒരു വലിയ സേവനം തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഗോപാലേട്ടന് ഒരുപാട് ബിസിനസ്സിലേക്ക് മാറിയിട്ടുണ്ട്. ഹോസ്പിറ്റാലിറ്റി, ഹോട്ടലിൻ്റെ പരിപാടികളുണ്ട്, മെഡിക്കൽ കോളേജ്, അങ്ങനെ പല. അതുപോലെ തന്നെ ചേട്ടൻ വേറെ ഏതെങ്കിലും ബിസിനസ്സിലേക്ക് കാല് വെച്ചു? ഇതിന് പുറമെ ഞാൻ പടിപ്പടിയായി നമ്മളെ ഇവിടെ നല്ലൊരു റെസ്റ്റോറൻറ്റ്, റെസ്റ്റോറൻ്റ് ഉണ്ട്. പക്ഷേ നിരൂള് ഒരു പക്ഷേ അവിടെ നിങ്ങൾ പോയാൽ അറിയും. ഹോട്ടൽ രുചി, നന്നായിട്ട് കേരള സ്റ്റൈലുള്ള ഒരു ഭക്ഷണം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്നു. അതെ, കഴിച്ചിരുന്നു. രുചിയിൽ നിന്ന് നല്ല ഭക്ഷണമായിരുന്നു. നമ്മൾ ബിരിയാണി എല്ലാം നാടൻ സ്റ്റൈലിൽ, അത് എൻ്റെതാണ്. പിന്നെ ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ 27 തീയതി വെള്ളാപ്പള്ളി നടേശത്ത് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നമ്മൾ ഹോട്ടൽ വസായിൽ, ഹോട്ടൽ ഓണം, ഒരു ഏകദേശം നല്ലൊരു ബഡ്ജറ്റിൽ, അതും കേരള സ്റ്റൈലിലെ റെസ്റ്റോറൻ്റാണ്, നന്നായിട്ട് നടക്കുന്നുണ്ട്. അന്നദാനം വലിയ ദാനം തന്നെയാണ്. കാരണം നല്ലൊരു ഭക്ഷണം വെറുതെ ബിസിനസ് മാത്രമായിട്ട് ഹോട്ടലിൽ വെക്കാൻ പറ്റില്ല. നല്ല ഭക്ഷണം വിളമ്പിയാൽ മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ അവിടെയുള്ള കുക്കുകളൊക്കെ എങ്ങനെയാണ് കേരളത്തിൽ നിന്ന്? കുക്കുകളെല്ലാം ഞങ്ങൾ കേരളത്തിൻ്റെ ആ സ്റ്റൈൽ മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിൽ തന്നെ മലബാർ സൈഡിലുള്ള ആ ഡിഷസ് ആണ് ഉദ്ദേശിക്കുന്നത്. രുചിയിലെ കുക്കുകളൊക്കെ പരിചയപ്പെട്ടിരുന്നു. അവിടെ മെയിനായിട്ട് നിന്നിരുന്നു. ഞാൻ അദ്ദേഹമാണ് ഓണർ എന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ അതിനോട് ചോദിച്ചപ്പോൾ മലയാളികളൊന്ന് വിട്ടുതരാൻ പറഞ്ഞു. അപ്പോൾ അവിടെ എന്തൊക്കെയുണ്ടാവും, ഞാൻ ഇത് വായിച്ചപ്പോൾ പുട്ട്, ഇടിയപ്പമൊക്കെ കാലത്തുണ്ട്. എന്തായാലും പല മേഖലകളിലേക്ക് ബിസിനസ് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കുടുംബത്തിലേക്ക് കിടക്കുകയാണ്. ആരൊക്കെയാണ് കുടുംബത്തിൽ? കുടുംബത്തിൽ എൻ്റെ ഭാര്യയുണ്ട്, രേവതി. നാട്ടിൽ നിന്ന് തന്നെയാണ്? നാട്ടിൽ നിന്ന് മാഹിയാണ് അവളുടെ വീട്. 2 ആൺമക്കളാണ്. അപ്പോൾ വേറെ സംസ്ഥാനത്ത് നിന്നാണ് വിവാഹം കഴിച്ചത്? മാഹി എന്ന് പറയുമ്പോൾ വേറെ സംസ്ഥാനമാണ്, പോണ്ടിച്ചേരിയാണ്. പിന്നെ മൂത്ത മകൻ, 2 ആൺമക്കളാണ്. മൂത്ത മകൻ ജിജേഷ്, അവൻ മർച്ചൻ്റ് നേവിൽ ക്യാപ്റ്റനാണ് ഇപ്പം. പിന്നെ രണ്ടാമത്തെ ആള് അജേഷ്, അദ്ദേഹം ഇപ്പം ബയോമെഡിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. മണിപ്പാൽ MIT-ലെടുത്തു. അതിന് ശേഷം ഇപ്പം ലണ്ടനിൽ പോയി MS എടുത്തു. കഴിഞ്ഞ 3 ദിവസം മുമ്പാണ് MS കിട്ടിയത്. ഒരു 3 മാസം കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ കഴിഞ്ഞാണ് തിരിച്ചു കൊണ്ടുപോകും. എന്തായാലും മക്കളെയൊക്കെ പഠിപ്പിച്ച് വലിയ നിലയിലാക്കിയല്ലേ? അതെ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അച്ഛൻ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഉദ്യാനം തന്നെ ഒരുക്കിയിട്ടുണ്ട് ബോംബെ ചിറ്റ്സ് ആൻഡ് ഫൈനാൻസ്. എന്തുകൊണ്ട് അവർ ഇതിലേക്ക് വരാതെ മറ്റൊരു ബുദ്ധിമുട്ടിലേക്ക്, അത് അവിടെ നിന്ന് ഒന്നേന്ന് തുടങ്ങണം, പഠിച്ച് ജോലി കിട്ടി ഇതങ്ങനെയല്ല. 10-15 വർഷമായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയ കമ്പനിയാണ്. അപ്പോൾ അച്ഛനെ ഒന്ന് സഹായിക്കുക, അസിസ്റ്റ് ചെയ്യുക എന്നുള്ള ചിന്തയിലേക്ക് വരാതിരുന്നത്. പക്ഷേ അതൊരു കാരണം, അന്നത്തെ തലമുറ ഇന്നത്തെ തലമുറയായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമ്മളൊക്കെ കഷ്ടപ്പെട്ടത് എങ്ങനെയാണ് നമുക്ക് മാത്രമേ അറിയാം. അവരൊക്കെ ഒന്നും കഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം ഇത്രയും റിസ്ക്കും ഉത്തരവാദിത്തമുള്ള തൊഴിലും പ്രോബ്ലംസ് ഉള്ള തൊഴിലാണ് ഞങ്ങളുടെ തൊഴിൽ. എപ്പോഴും പ്രോബ്ലംസ്. ആ പ്രോബ്ലംസൊക്കെ തരണം ചെയ്ത് ഇന്നത്തെ ജനറേഷൻ, എൻ്റെ മക്കളല്ല ഒരു ജനറേഷൻ പറ്റില്ല. അപ്പോൾ അവർ ഈസി വേ, നല്ല ഉദ്യോഗം, നല്ല പഠിപ്പ് പോയാൽ ഈസി മണി ഉണ്ടാക്കാനുള്ള ടെൻഷൻ ഇല്ലാതെ അതിനുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് വരാൻ താല്പര്യമില്ല. എന്നിരുന്നാലും എൻ്റെ ഭാര്യ ഇപ്പോൾ നന്നായിട്ട് ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടത്തുന്നു. മകൻ മർച്ചൻ്റ് നേവിയിൽ ആണെന്ന് പറഞ്ഞു. രാമൻ്റെ നാളുള്ളവരാണ് മർച്ചൻ്റ് നേവി പോകുന്നത്. അതായത് കാടാറ് മാസം നാടാറ് മാസം, കടലാറ് മാസം നാടാറ് മാസം അല്ലേ? അപ്പോൾ അദ്ദേഹത്തിന് അതിൽ താല്പര്യമുണ്ട്. ആണ് ജനിച്ചതും വളർന്നതൊക്കെ കുട്ടികൾ ഇവിടെ തന്നെ? മലയാളമൊക്കെ സംസാരിക്കും നന്നായിട്ട്. മലയാളം വീട്ടിൽ പഠിപ്പിച്ചിട്ടുണ്ട്. മലയാളം എഴുതാനും വായിക്കാൻ അറിയില്ലെങ്കിലും നന്നായിട്ട് സംസാരിക്കും.